ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മളിപ്പോൾ ഏതാണ്ട് 20ഓളം വചനഭാഗങ്ങൾ അല്ലെങ്കിൽ 20ഓളം ക്ലാസ്സുകൾ നമ്മളിപ്പോൾ കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ഏറ്റവും ബാലപാഠങ്ങൾ എന്ന് പറയാവുന്ന പോലെ അടിസ്ഥാനപരമായ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ 1, 2, 3 സംശയങ്ങളോ അല്ലെങ്കിൽ സാഹചര്യങ്ങളോ നമ്മളൊന്ന് നോക്കിയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1ഉം 2ഉം വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതിനിടയ്ക്ക് ആ 1ഉം 2ഉം വാക്യങ്ങളുടെ ഇടയ്ക്ക് ഒരു സംശയം ഉണ്ടാവുന്നുണ്ട് എന്നതുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്ക് അല്പകാര്യങ്ങളൊന്ന് ചിന്തിക്കാം. അതിൻ്റെ 1ാമത്തെ വാക്യവും 2ാമത്തെ വാക്യവും ഇങ്ങനെയാണ് വായിക്കുന്നത്: ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിന്മേൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന് മീതെ വ്യാപരിച്ചു കൊണ്ടിരുന്നു. 1ാമത്തെ വാക്യം ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അടുത്ത വാക്യം തുടങ്ങുന്നത് ഭൂമി രൂപരഹിതവും ശൂന്യവുമാണെന്നാണ്. ഭൂമി രൂപരഹിതവും ശൂന്യവുമാണ്. എന്നാൽ 4ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അതിൻ്റെ തുടക്കം തന്നെ വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു. ദൈവത്തിൻ്റെ ആ സൃഷ്ടി തുടങ്ങുന്ന സമയത്ത് പറയുന്നു വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു. അതിൻ്റെ 9ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നു, 10ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു കര കടൽ നല്ലതെന്ന് ദൈവം കണ്ടു. നല്ലതെന്ന് കണ്ടു. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ 12ാമത്തെ വാക്യത്തിൽ ഭൂമി അതത് തരം വിത്തുകളും സസ്യങ്ങളും അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളപ്പിച്ചു. നല്ലത് എന്ന് ദൈവം കണ്ടു. നല്ലതെന്ന് ദൈവം കണ്ടു. അതിൻ്റെ 18ാമത്തെ വാക്യം വായിക്കുന്നു, വെളിച്ചത്തെയും ഇരുളിനെയും വേർതിരിക്കുവാനും ആയി ദൈവം ആകാശവിധാനത്തിൽ അവയെ സ്ഥാപിച്ചു. നല്ലതെന്ന് കണ്ടു എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങളെയും സൂര്യചന്ദ്രന്മാരെയും ഒക്കെ സൃഷ്ടിച്ച് അതൊക്കെ ആക്കിയപ്പോൾ അത് നല്ലതെന്ന് ദൈവം കണ്ടു. അതിൻ്റെ 21ാമത്തെ വാക്യത്തിൽ അങ്ങനെ ദൈവം വലിയ സമുദ്രജീവികളെയും വെള്ളത്തിൽ കൂട്ടമായി ജീവിക്കുകയും സഞ്ചരിക്കുകയും ചെയ്യുന്ന അതത് തരം ജന്തുക്കളെയും അതത് തരം പക്ഷികളെയും സൃഷ്ടിച്ചു. അതായത് പക്ഷികളും ജലജന്തുക്കളും എല്ലാം നല്ലത് എന്ന് ദൈവം കണ്ടു എന്ന് 21ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. 25ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഇപ്രകാരം ദൈവം അതത് തരം കാട്ടുമൃഗങ്ങളെയും അതത് തരം കന്നുകാലികളെയും ഭൂമിയിൽ ഇഴയുന്ന അതത് തരം ഇഴജന്തുക്കളെയും ഉണ്ടാക്കി. നല്ലത് എന്ന് ദൈവം കണ്ടു. അപ്പോൾ അടുത്ത കാര്യം പറയുന്നത് അത് നല്ലതെന്ന് ദൈവം കണ്ടു. പിന്നീട് നമ്മൾ വായിക്കുമ്പോൾ 31ാമത്തെ വാക്യത്തിൽ അതിനെ മൊത്തത്തിൽ കോട്ട് ചെയ്തിട്ട് ഇങ്ങനെ എഴുതിയേക്കുന്നു, താൻ നിർമ്മിച്ചതൊക്കെയും ദൈവം നോക്കി, അവയെല്ലാം വളരെ നല്ലതെന്ന് ദൈവം കണ്ടു. ഓരോന്നും നല്ലത് 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 എന്നിങ്ങനെ കണ്ടു വന്നിട്ട് 31ാമത്തെ വാക്യത്തിൽ പറയുക, താൻ നിർമ്മിച്ചതൊക്കെയും ദൈവം നോക്കി, അവയെല്ലാം വളരെ നല്ലതെന്ന് അവിടുന്ന് കണ്ടു. ഇങ്ങനെ താൻ സൃഷ്ടിച്ചതെല്ലാം നല്ലത് എന്ന് ദൈവം ഈ സൃഷ്ടി നടത്തുന്ന ആദിയിൽ കണ്ടെങ്കിൽ ഭൂമി രൂപരഹിതവും ശൂന്യവുമായി പോയത് എങ്ങനെ? ഇതാണ് ചോദ്യം. ചില വേർഷനുകളിൽ കിടക്കുന്നത് ഭൂമി പാഴും ശൂന്യവുമായി പോയെന്നാണ്. എന്നാൽ POC ഈ ബൈബിൾ NIV ആണ്. ഇങ്ങനെയുള്ള ബൈബിളിലെല്ലാം പറയുന്നത് ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നതാണ്. ദൈവം സൃഷ്ടിച്ച എല്ലാം നല്ലത് 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 എന്ന് ദൈവം തന്നെ പറഞ്ഞെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഭാഗങ്ങളിൽ ഈ വചനം ഇങ്ങനെ എഴുതിയേക്കുന്ന ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു, ഭൂമി പാഴും ശൂന്യവുമായിരുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ? ഇതിന് നമുക്ക് ഇച്ചിരൂടെ ബലമായി നമുക്ക് എടുക്കാൻ പറ്റുന്നൊരു വാക്യം യെശയ്യാവിൻ്റെ പുസ്തകം 45-ാം അധ്യായം അതിൻ്റെ 18ാമത്തെ വാക്യമാണ്. ആകാശത്തെ സൃഷ്ടിച്ച യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവിടുന്ന് തന്നെ ദൈവം, അവിടുന്ന് ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി, അവിടുന്ന് അതിനെ സ്ഥിരമാക്കി, വ്യർത്ഥമായിട്ടല്ല, പാർപ്പിനു വേണ്ടിയാണ് അവിടുന്ന് അതിനെ നിർമ്മിച്ചത്. ഞാൻ തന്നെ യഹോവ, മറ്റൊരുത്തനുമില്ല.
അവിടെ എഴുതിയേക്കുന്നു, വ്യക്തമായിട്ട് എഴുതിയേക്കുന്നു, വ്യർത്ഥമായിട്ടല്ല എന്ന് പറഞ്ഞാൽ പാഴും ശൂന്യവുമായിട്ടല്ല ദൈവം ഇത് സൃഷ്ടിച്ചത്. അപ്പോൾ പാഴ് ശൂന്യവുമായിട്ടല്ലാതെ ദൈവം സൃഷ്ടിച്ച ഭൂമി, നമ്മളിവിടെ വായിക്കുക, ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ഇതെന്താണ് ഇതിൻ്റെ ഒരു സാഹചര്യം എന്ന് നമ്മൾ പഠിച്ചു ചെല്ലുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. ഈ ഭൂമിയുടെ സൃഷ്ടി മുതൽ ഈ പാഴുശൂന്യവും എന്ന് പറയുന്ന സമയം വരെ ഉള്ളതിനിടയ്ക്ക് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിൽ ആ ഭൂമിയിൽ വസിച്ചിരുന്നവരാരോ അവരാണ് ഈ ഭൂമിയെ പാഴും ശൂന്യവും ആക്കി മാറ്റിയത്. അതായത് ഈ ഭൂമിയുടെ സൃഷ്ടി മുതൽ ഈ ആകാശവും ഭൂമിയും, അല്ലെങ്കിൽ ഈ ഭൂമി രൂപരഹിതമായി പാഴും ശൂന്യവുമായി കാണുന്ന ആ കാലഘട്ടം വരെ, ഇതിനു മുമ്പ് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. യെശയ്യാവ് 45:18 നോക്കുമ്പോൾ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത് പാഴും ശൂന്യവും ആയിട്ട് അല്ല. നമ്മൾ തുടക്കത്തിൽ കുറേ വചനങ്ങൾ നോക്കി, ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലത് 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 എന്ന് ദൈവം കണ്ടു. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യം കോട്ട് ചെയ്തിരിക്കുന്നത് തന്നെ താൻ സൃഷ്ടിച്ചതൊക്കെയും വളരെ നല്ലതെന്ന് ദൈവം കണ്ടു. ഇതിനോട് ചേർന്ന് യെശയ്യാവ് 45:18 വാക്യം നമ്മൾ നോക്കുമ്പോൾ ദൈവം വ്യർത്ഥമായിട്ടല്ല, പാർപ്പിന് തക്കവണ്ണമാണ് ഇതിനെ സൃഷ്ടിച്ചത് എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പം വ്യർത്ഥമായിട്ടല്ലാതെ പാർപ്പിന് യോഗ്യമായിട്ട് ദൈവം സൃഷ്ടിച്ച ഭൂമി ചില കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടുത്തെ നിവാസികൾ, അല്ലെ അവിടുത്തെ ജീവിതങ്ങളുടെ പണി മൂലം, പ്രവൃത്തി മൂലം ഭൂമി പാഴും ശൂന്യവുമായി പോയി എന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു ഒരു ജീവിത സംവിധാനം, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ ആ കാലത്ത് ജീവിച്ചിരുന്നു. അവരുടെ പ്രവൃത്തി മൂലമാണ് ഭൂമി അങ്ങനെ ആയിപ്പോയത് എന്ന് നമുക്ക് ഈ മേഖലയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി അവരാരാണ് എന്ന് നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാകും, അവരെയാണ് ഈ വചനത്തിലുടനീളം ഭൂതങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭൂതങ്ങളുടെ തലവനെയാണ് മത്തായി സുവിശേഷത്തിൽ 12:24 യേശുക്രിസ്തു പറയുന്ന ഭൂതങ്ങളുടെ തലവനായ, മത്തായി സുവിശേഷം 12:24, എന്നാൽ പരീശന്മാർ ഇത് കേട്ടിട്ട് ഈ മനുഷ്യൻ ഭൂതങ്ങളുടെ തലവനായ ബേൽസബൂലിനെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നതാണ് എന്ന് പറഞ്ഞു. അതിന് താഴോട്ട് യേശുക്രിസ്തു അതിന് മറുപടിയൊക്കെ പറയുന്നുണ്ട്. ഈ പറയുന്ന ബേൽസബൂൽ എന്ന് പറയുന്നത് ഭൂതങ്ങളുടെ തലവനാണ്. നമ്മൾ മുന്നോട്ട് പഠിച്ച് വരുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. പിശാചുക്കളും ഭൂതങ്ങളും രണ്ടും രണ്ട് സെക്ഷൻ ആൾക്കാരാണ്. അതിനൊത്തിരി സാഹചര്യമുണ്ട്. സാത്താൻ എന്നും പിശാച് എന്നും ഒക്കെ പറയുന്നത് വേറൊരു സെറ്റ് ആളുകളും ഭൂതങ്ങൾ എന്ന് പറയുന്നത് വേറൊരു സെറ്റ് ആളുകളുമാണ് എന്ന് നമുക്ക് മനസ്സിലാകും. ഈ പിശാചുക്കളുടെ തലവനെ ലൂസിഫർ എന്നും ഭൂതങ്ങളുടെ തലവനെ ബേൽസെബൂൽ എന്നും പറയുന്നു. അപ്പോൾ ഈ ബേൽസെബൂലിൻ്റെ നേതൃത്വത്തിൽ ജീവിച്ചിരുന്ന ഒരു സംഘം ആത്മാക്കളാണ് ഭൂമിയെ പാഴും ശൂന്യവുമാക്കിയത് എന്ന് നമുക്ക് ഏതാണ്ട് മനസ്സിലാകും. അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കാം. മുന്നോട്ട് നമ്മൾ ആത്മീയ തലത്തിൽ ഓരോ ഘട്ടത്തിലും കയറുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും വ്യക്തതയോടെ മനസ്സിലാകണമെങ്കിൽ ഈ ഒരു കാര്യവും കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് പ്രാർത്ഥിക്കാം.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല ദിവസത്തിനായി സ്തോത്രം. നല്ല വചനത്തിനായി ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഭൂതാത്മാക്കളുടെ പ്രവർത്തനങ്ങൾ അവരെ ഭാരപ്പെടുത്തുന്നെങ്കിൽ വചനത്തിൻ്റെ ശക്തി അവിടെ ഇറങ്ങിച്ചെല്ലട്ടെ എന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ആ ശക്തികൾ അവരിൽ നിന്ന് വിട്ടിട്ട് കലങ്ങി ഇളകി മറിയുന്ന കടലിൽ പോയി ചേരട്ടെ എന്ന് കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അത് അനേകർക്ക് അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.